യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമേശാതെന്നെ കാത്തവനാം. യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമേശാതെന്നെ കാത്തവനാം. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാം. ജീവിതത്തിൽ പരാജയങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നിരാശകളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതാണ് ഉത്തമമെന്ന് യിരെമ്യാ പ്രവാചകൻ വിലാപങ്ങളുടെ പുസ്തകത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം യഥാസ്ഥാപനത്തിനും ഉദ്ധാരണത്തിനുമുള്ള അപേക്ഷയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അടിമത്തത്തിൽ കഴിയുന്ന ദൈവജനത്തിന്റെ അവസ്ഥയെ വിവരിക്കുന്നു. 1-ാം വാക്യത്തിൽ യഹോവയെ ഞങ്ങൾക്ക് എന്തു ഭവിക്കുന്നു എന്ന് ഓർക്കേണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അവർക്ക് ഭവിച്ചതൊക്കെ ദൈവത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ 17-18 വാക്യങ്ങളിൽ അതിന്റെ കാരണവും പ്രവാചകൻ പറയുന്നു. ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി, ഞങ്ങൾ പാപം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. പാപം ചെയ്തത് കൊണ്ടാണ് ജീവിതത്തിൽ പരാജയങ്ങൾ വന്നു ഭവിച്ചതെന്ന് സമ്മതിക്കുന്നു. 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ കരുണയുടെ തിരിച്ചുവരവിനായി ദൈവത്തോടുള്ള വിനീതമായ അപേക്ഷയും സമർപ്പണവും. 21-ാം വാക്യം വായിക്കുന്നത്, യഹോവയെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. Turn us back to you, O Lord, and we will be restored. Renew our days as of old. പലപ്പോഴും നാമം വിലപിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഈ വാക്യത്തിൽ പ്രധാനമായും 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തത്, നമുക്കൊരു മാനസാന്തരം ഉണ്ടാകണം. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് വളരെ ദൂരം പോയിരിക്കുന്നു എന്നുള്ള ഒരു ഉത്ബോധം മനുഷ്യനുണ്ടാകണം. അതായത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിന്റെ ആവശ്യകത. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലെ ഇളയ മകനുണ്ടായ അതേ അനുഭവം 15-18 വായിക്കുന്നു, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ കുറിച്ചുള്ള ഒരു ബോധമുണ്ടെങ്കിൽ മാത്രമേ അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാനുള്ള മനസ്സുണ്ടാകൂ. അതാണ് രണ്ടാമത്തേത്, ഒരു പുനഃസ്ഥാപനം എന്ന കാര്യം. മൂന്നാമതൊരു നവീകരണത്തിലേക്ക് കടന്നു വരുന്നു. പണ്ടത്തെ പോലെയുള്ള നല്ല കാലം ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷ. ഈ 3 കാര്യങ്ങളും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണമേ എന്ന്. ഇതേ പ്രാർത്ഥനയാണ് നാമും പ്രാർത്ഥിക്കേണ്ടത്. നാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ മനസ്സ് വയ്ക്കുമ്പോൾ ദൈവത്തിന്റെ കരുണയും കൃപയും നമ്മളിന്മേലുണ്ടാകും. അപ്പന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന ഇളയ മകനെ യാതൊരു കണ്ടീഷനും കൂടാതെ അപ്പൻ സ്വീകരിക്കുകയാണ്. പണ്ടത്തേതിലും അധികം നല്ലതായ ഒരു കാലം അവന് ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, പല തെറ്റുകളും കുറ്റങ്ങളും പരാജയങ്ങളും ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവസ്ഥകളും പ്രാർത്ഥനാ ജീവിതം, വചനധ്യാനം, ആരാധന ഇവയൊക്കെ നഷ്ടപ്പെടുത്തിയതും ഇവയെല്ലാറ്റിൽ നിന്നും മടങ്ങി വരുവാൻ ഒരു മാനസാന്തരവും യഥാസ്ഥാപനവും നവീകരണവും നമ്മുടെ ഹൃദയത്തിനുണ്ട് എങ്കിൽ നിശ്ചയമായും പണ്ടത്തെ പോലെ ഒരു നല്ല കാലം അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. ഇയ്യോബിന്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നുവല്ലോ. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയെന്നും മുമ്പുണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു എന്നും, ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൽക്കാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു എന്നും എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പരാജയങ്ങൾ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കാതെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഷ്ടതയിൽ നൽകുണതാൻ ദുഃഖത്തിൽ
ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ, കഷ്ടതയിൽ നൽതുണ താൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ.